സോ ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഐഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണ് ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഐഫോൺ 13 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, 14 ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, ഏത് ഫോണാണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഐഫോണിൽ കുറേ സ്റ്റോറേജ് ആവശ്യമില്ലാതെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്ലിയർ ആകുന്ന ഐഫോണിൻ്റെ സ്റ്റോറേജ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഐഫോണിൽ സഫാരി ബ്രൗസറോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമാവും യൂസ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ സഫാരി ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറേ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ കുറേ ക്യാച്ചസ് നിറഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് കുറയും. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് സഫാരി ബ്രൗസറിൻ്റെയോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ക്രോമിൻ്റെ ക്യാച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സഫാരിയിൽ നിന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ സഫാരി കാണാണ്ടല്ലോ, സഫാരിയിൽ ക്ലിക്ക് ചെയ്യുക. സഫാരിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരിക. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസിന് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലുണ്ടാവും വെബ്സൈറ്റ് ഡാറ്റ. നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ് പോയിട്ടുണ്ട് എല്ലാം ഇവിടെ കാണിക്കുക. അപ്പോൾ കണ്ടില്ലേ 22.5 MB, 5.2 MB, 3.3 MB, 2.3 MB, അങ്ങനെ ഷോ ഓൾ സൈറ്റ്സ് വരും, എല്ലാ സൈറ്റ്സും കാണിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് ഇൻക്രീസ് ആവും. അപ്പോൾ നമുക്ക് റിമൂവ് ഓൾ വെബ്സൈറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിമൂവ് നൗല് കൊടുക്കുക. കുറേ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഓരോരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പ് സ്റ്റോറിൻ്റെ ക്യാഷ് സ്റ്റോറേജ് നിറയും. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ആപ്പ് സ്റ്റോർ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് പോവുക. പേഴ്സണൽ റെക്കമെൻഡേഷൻസ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആപ്പ് യൂസേജ് ഡാറ്റ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ആപ്പ് യൂസേജ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് സ്റ്റോറേജിൻ്റെ ക്യാച്ചൊക്കെ ക്ലിയർ ആവും. അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് കൂട്ടാൻ. അപ്പോൾ വേറൊരു സെറ്റിങ്സ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഐഫോണിൻ്റെ ഫോട്ടോസിൽ പോവുക. ഫോട്ടോസിൽ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഉണ്ടാവും, ലൈക്ക് ഫോട്ടോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ആൻഡ് ഫോട്ടോസ് നമ്മുടെ ആൽബത്തിൻ്റെ സെക്ഷനിൽ പോവുക. ആൽബത്തിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കിട്ടും. ഓക്കെ, ആ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, അവിടെ ഡ്യൂപ്ലിക്കേറ്റ്സിൻ്റെ ഓപ്ഷൻ കാണാണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഫോട്ടോസ് ഡ്യൂപ്ലിക്കേറ്റായ ഫോട്ടോസിൻ്റെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നമുക്ക് മെർജിൻ്റെ ഒരു ഓപ്ഷൻ കാണാണ്ടല്ലോ മുകളിൽ, കണ്ടില്ലേ, ആ മെർജിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെർജ് ടു എക്സാക്റ്റ് കോപ്പീസ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സാക്ട്ലി ഒരു കോപ്പി ആയിട്ട് മാറും. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് നിങ്ങളുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് കൂടുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത സെറ്റിങ്സ് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഐഫോണിൽ, വർഷങ്ങളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ റെയർലി ആവും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമുക്ക് ഓഫ് ലോഡ് ആക്കി വെക്കുക. അപ്പോൾ ഓഫ് ലോഡ് എന്തുകൊണ്ടാണ് ആക്കണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ജനറലിൽ പോവുക. ജനറലിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഐഫോൺ സ്റ്റോറേജ് എന്ന് കണ്ടാവും. ഐഫോൺ സ്റ്റോറേജിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ iMovie 8 GB, ഫോട്ടോസ് 7.87 GB, യൂട്യൂബ് 5.83 GB, ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസിനാവും എത്ര മെമ്മറി കൺസ്യൂം ചെയ്യുന്നുണ്ട് നമ്മുടെ ഐഫോണിൻ്റെ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ്, ഇപ്പോൾ ഈ ഗെയിം കളിച്ചിട്ട് കുറേ കാലമായി ഞാൻ, എന്നാലും 1.82 GB ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യുക. നമുക്ക് രണ്ട് ഓപ്ഷൻ കിട്ടുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുക. നമ്മൾ തീരെ ഒരിക്കലും യൂസ് ചെയ്യാൻ പോകണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുക. പക്ഷേ ഈ ആപ്ലിക്കേഷൻ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ യൂസ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഡാറ്റാസൊക്കെ അതേമാതിരി ഇരിക്കുന്ന ഡാറ്റാസ് ഒന്നും പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റിൻ്റെ ഏതൊക്കെ ലെവൽ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ലെവൽ അതേമാതിരി ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഓഫ് ലോഡ് ആക്കി വയ്ക്കുക. ഓഫ് ലോഡ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്ക് എത്ര സ്റ്റോറേജ് ആവശ്യമില്ലാതെ എടുക്കില്ല. കണ്ടില്ലേ, ആപ്പ് സൈസ് 3.61 GB ആണ്, ഡോക്യുമെൻ്റ് ആൻഡ് ഡാറ്റ 10 MB ആണ്. അപ്പോൾ ഈ മെമ്മറി നമുക്ക് ഫ്രീ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഫ് ലോഡ് ആക്കി വയ്ക്കുക. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ, പിന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പോകണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, സെറ്റിങ്സ് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ആപ്ലിക്കേഷന്
ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്റ്റോറേജ് ആവശ്യമില്ലാതെ ഓക്യുപ്പൈഡ് ആയിരിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ടെലിഗ്രാം ഒരു എക്സാമ്പിൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷൻസിൽ പോയിട്ട് നോക്കാം. ഇപ്പോൾ ടെലിഗ്രാമിൽ പോയിട്ട് ഇപ്പോൾ ടെലിഗ്രാമിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് യൂസേജ് എന്ന് കാണിക്കും. അപ്പോൾ സ്റ്റോറേജ് യൂസേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 24.4 MB സ്റ്റോറേജ് ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഞാൻ ടെലിഗ്രാം യൂസ് ചെയ്യാറില്ല. അഥവാ നിങ്ങൾ ടെലിഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ 8 GB 9 GB 10 GB ഒക്കെ ഓക്യുപ്പൈഡ് ആയിരിക്കും. അത് പോയിട്ട് നിങ്ങൾ ക്ലിയർ എൻറ്റയർ ക്യാച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ടെലിഗ്രാം ആപ്ലിക്കേഷനുള്ള ക്യാച്ചൊക്കെ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ അതേമാതിരി നിങ്ങൾ ഓരോരോ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇങ്ങനെ ക്യാച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് സ്റ്റോറേജ് കൂടും. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേമാതിരി വേറെ ഒരു ലാസ്റ്റ് ടിപ്പും കൂടി എനിക്ക് തരാണ്ട്, നിങ്ങളിപ്പോൾ ഫോട്ടോസ് ആപ്ലിക്കേഷൻ നിങ്ങൾ കുറേ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളയുമല്ലോ. ആ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഫോട്ടോസ് നിങ്ങളുടെ റീസൈക്ലിംഗ് ബിന്നിലുണ്ടാവും. ആ റീസൈക്ലിംഗ് ബിന്നിന് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഫോട്ടോസൊക്കെ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യുക. എന്നാലും സ്റ്റോറേജ് കൂടുന്നതാണ്. അപ്പോൾ ഈ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് കൂടുക കാണിച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.